ഒന്നും ഇവിടെ തീരുകയല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഹോർമൂസ് അടച്ചപ്പോൾ ഇന്ത്യ എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോർമൂസ് കടലിടുക്ക് അത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായി അടച്ചു. ഇപ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി. ഇന്ധന റേഷനിങ് ഏർപ്പെടുത്തേണ്ടി വന്നു, എത്തനോളിന്റെ ഉൽപ്പാദനം കൂട്ടേണ്ടി വന്നു. നമ്മുടെ രാജ്യത്ത് പല സാധനങ്ങളുടെയും, അതായത് അവശ്യ സാധനങ്ങളുടെ എല്ലാം വിലവർധനവ് നമ്മൾ കണ്ടതാണ്. കുറച്ചുകൂടെ ഇങ്ങനെ നീണ്ടുപോവുകയായിരുന്നുവെങ്കിൽ വണ്ടികൾ ഓടാത്ത സാഹചര്യം വരെ ഉണ്ടാകേണ്ടതായിരുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിലും വലിയൊരു പ്രതിസന്ധി ഇന്ത്യയെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. അതാണ് തായ്വാൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. തായ്വാനെ ചുറ്റി ചൈന നിൽക്കുകയാണ്. ചൈന തായ്വാൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യ ഏത് രീതിയിലാണ് പ്രതിസന്ധിയിലാകുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇന്ത്യ പ്രതിസന്ധിയിലാകും. ദീർഘകാലമായി നിലനിൽക്കുന്ന ഹോർമൂസ് പ്രതിസന്ധി അവസാനിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള സമാധാന കരാർ അന്തിമമാക്കി ലോകത്തിലെ എണ്ണവാതക ആവശ്യങ്ങളുടെ 20% വിതരണം ചെയ്യുന്ന ഈ പ്രധാന കടൽപ്പാത വീണ്ടും തുറക്കുകയാണ്. ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറിയും 2016 മുതൽ 2017 വരെ ചൈനയിലെ ഇന്ത്യൻ അംബാസഡറുമായിരുന്ന വിജയ് ഗോഖാലെ ആശങ്കാജനകമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ടുണ്ടെങ്കിലും തായ്വാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്ക് മുന്നിൽ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉയർന്നു വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. തായ്വാൻ ഇന്ത്യയിൽ നിന്ന് 5000 കിലോമീറ്റർ അകലെയാണെങ്കിലും അവിടുത്തെ സാഹചര്യം ഇന്ത്യയുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഇറാൻ തങ്ങളുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് ഒരിക്കലും അടക്കില്ലെന്ന് വിദഗ്ധർ വിശ്വസിച്ചു. എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധം രൂക്ഷമായതിനു ശേഷം മുൻനിര ഇറാനിയൻ നേതാക്കൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ആ മുഴുവൻ വഴിയും പെട്ടെന്ന് അടയ്ക്കുകയാണ് ചെയ്തത്. ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇത് എന്തായാലും തായ്വാൻ പ്രതിസന്ധി ഹോർമൂസ് പ്രതിസന്ധിയെക്കാട്ടിലും അപകടകരമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ചൈനാസ് വാർ എന്ന തന്റെ പുതിയ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ മുന്നറിയിപ്പ് നൽകിയത് തായ്വാൻ വളരെ അകലെയാണെങ്കിലും അത് നമ്മെ ബാധിക്കില്ലെന്നും നമ്മൾ കരുതുന്നുവെങ്കിൽ അത് നമ്മുടെ വലിയ തെറ്റാണ്. സാമ്പത്തിക ഉപരോധം, മിസൈലുകൾ, സൈബർ ആക്രമണങ്ങൾ തുടങ്ങിയ തന്ത്രങ്ങൾ ചൈന തായ്വാനിൽ സ്വീകരിച്ചാൽ മലാക്ക കടലിടുക്കിന്റെ സമുദ്ര വ്യാപാരം ഉടനടി നിലയ്ക്കും. മലാക്ക കടലിടുക്ക് മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള വളരെ ഇടുങ്ങിയതും തിരക്കേറിയതുമായിട്ടുള്ള കടൽപ്പാതയാണ്. ഇതിലൂടെ പ്രതിവർഷം 80,000-ലധികം കപ്പലുകൾ കടന്നുപോകുന്നു. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ധന ഇറക്കുമതിക്കായി ഈ പാതയെ ആശ്രയിക്കുന്നു. ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ 40% സ്തംഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിട്ടുള്ള പ്രഹരമായിരിക്കും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തായ്വാൻ പ്രതിസന്ധി കാരണം മലാക്ക കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ വലിയ പ്രതിസന്ധിയായിരിക്കും. ഇപ്പോഴിത് ആഗോള വിതരണ ശൃംഖലയുടെ 30% ചൈനയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനാൽ ഇന്ത്യയുടെ കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ഒരുപോലെ തകരും. ലോകത്തിലെ സെമി കണ്ടക്ടറുകളുടെ 90% തായ്വാൻ, ജപ്പാൻ, കൊറിയ, ചൈന എന്നിവിടങ്ങളിൽ നിന്നാണ് വരുന്നതെന്നാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. ചിപ്പുകളുടെ അഭാവം മൂലം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താറുമാറാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. മുൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ലളിതമായ വാക്കുകളിൽ മുന്നറിയിപ്പ് നൽകി. ഈ പ്രതിസന്ധി കാരണം നിങ്ങളുടെ ഇ-കൊമേഴ്സ്, ലോജിസ്റ്റിക്, വിനോദം, വിദ്യാഭ്യാസ വ്യവസായങ്ങൾ എല്ലാം രാജ്യങ്ങളും സ്തംഭിക്കും. രാജ്യത്തെ തൊഴിലില്ലായ്മയും അസ്ഥിരതയും വളരെയധികം വർദ്ധിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.